ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥനും മുൻ പ്രധാനമന്ത്രിമാരായ പി.വി. നരസിംഹറാവുവിനും ചരൺ സിംഗിനും ഭാരതരത്ന. പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പി. ബസന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബസന്ത്, എന്തൊക്കെയാണ് ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എം.എസ്. സ്വാമിനാഥനും നരസിംഹറാവുവിനും അതോടൊപ്പം തന്നെ ചരൺ സിംഗിനും കൂടി ഭാരതരത്ന നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർപ്പൂരി ഠാക്കൂറിനും അതോടൊപ്പം തന്നെ എൽ.കെ. അദ്വാനിക്കും ഭാരതരത്ന നൽകുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 3 പേർക്ക് കൂടി ഭാരതരത്ന നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. 2 മുൻ പ്രധാനമന്ത്രിമാർ, ഒന്ന് ഡോക്ടർ പി.വി. നരസിംഹറാവു, പിന്നെ ചരൺ സിംഗ്, ഈ 2 പേർക്കും അതോടൊപ്പം തന്നെ കൃഷി ശാസ്ത്രജ്ഞനും മലയാളിയുമായ എം.എസ്. സ്വാമിനാഥന് കൂടി നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആന്ധ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി ഈ ലോക്സഭയ്ക്കൊപ്പം നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നരസിംഹറാവുവിന്, അതായത് കോൺഗ്രസ് മാറ്റി നിർത്തിയ നരസിംഹറാവുവിന് നൽകാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ചരൺ സിംഗിന് ഭാരതരത്ന നൽകുന്നതിനോടൊപ്പം തന്നെ ചരൺ സിംഗിൻ്റെ ചെറുമകൻ ജയന്ത് ചൗധരി നയിക്കുന്ന RLDയുമായി രാഷ്ട്രീയ സഖ്യത്തിന് കൂടി ഇപ്പോൾ BJP തീരുമാനമെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എം.എസ്. സ്വാമിനാഥന് ഭാരതരത്ന നൽകുക വഴി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തുള്ള 2 പേർക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒന്ന് നരസിംഹറാവുവിനും മറ്റൊന്ന് എം.എസ്. സ്വാമിനാഥനും. അപ്പോൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും BJPയുടെ രാഷ്ട്രീയ വരുംകാല അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വലിയ ശക്തമായ പ്രചരണം വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൽ.കെ. അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും കൊടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 3 പേർക്ക് കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ സമയത്ത്